കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മക്കളും ഞങ്ങളുടെ കൂട്ട സഹോദരങ്ങളുമായിരിക്കുന്ന പ്രിയ എൻജോയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ക്ഷമിക്കായി സ്തോത്രം ചെയ്യുന്നു. ദാനമായി നൽകിയ 3 മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വത്സല്യമിശിഹായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വത്സല്യ മക്കൾക്ക് താമസിക്കാൻ കർത്താവെ ഇത്രയും മനോഹരമായ ഒരു ഭവനം പണി തീർക്കാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. ഈ ഭവനത്തിന്റെ സമർപ്പണം നടക്കുന്നതിന് മുമ്പായി കർത്താവിനെ താമസിക്കുന്ന ഞങ്ങൾ ദൈവത്തിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച ചില നാളുകൾക്ക് മുമ്പ് കർത്താവേ സുവിശേഷം ദൈവഭാഗത്ത് വരാനിടയായി. ഈ വാത്സല്യ മാതാപിതാക്കൾ ദൈവർക്ക് നൽകിയ 2 മക്കളെയും ദൈവഭക്തിയിൽ വളർത്താൻ ദൈവം സഹായിച്ചല്ലോ. ചായ വഴികളിൽ സഞ്ചരിക്കുന്ന ഇവല്ലാത്ത കാലഘട്ടത്തിൽ ദൈവവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ ദൈവം ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു കുടുംബം നന്നായി പണിയാനുള്ള ഭാഗ്യം കർത്താവിന്റെ ദാസന് നൽകി ശ്രമിക്കുന്നു. അതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരാലയവും തനിക്ക് അരമണിയും പണിതു എന്ന് ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകി കർത്താവേ സ്വർഗ്ഗം അതെല്ലാം കുറിച്ചു വെച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. തലമുറയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത വെളിപ്പെട്ടു വരുന്നതിനാലേ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ചില നാളുകളായി ആഗ്രഹിച്ച് കർത്താവേ ഈ ഭവനത്തിന്റെ പണി തീർത്തപ്പോൾ പ്രിയപ്പെട്ടവരുടെ താമസിക്കാനായിട്ട് പോകുകയാണ്. മകൻ ഞങ്ങൾ ആഗ്രഹിച്ച് യേശു ക്രിസ്തുവിന്റെ നാളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കടന്നു വന്നു. കർത്താവേ, ചില വെല്ലുവിളികൾ ഉണ്ടായി. ജീവൻ പോലും അപകടത്തിലായി പോകാവുന്ന ഘട്ടങ്ങൾ എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി കാത്തു. ഭവനത്തിന് വേറെ കെട്ടി സൂക്ഷിച്ചതുപോലെ സാധ്യത ഞങ്ങളുടെ മക്കൾക്കുണ്ടായി. ദൈവം ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വഴിക്ക് വേണ്ട ഞങ്ങളുടെ മകനെ ദൈവം സഹായിച്ചു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നുവെന്ന് ജ്ഞാനമുള്ള ഒരു കുടുംബിനിയായി ഭവനത്തിൽ നിലനിൽക്കാൻ ദൈവഭക്തിയിൽ മുന്നോട്ട് പോകാൻ തന്റെ കുഞ്ഞുങ്ങളെ തന്റെ പ്രിയപ്പെട്ടവരെ മാതാവിനെ സഹോദരങ്ങളെ ഒക്കെ ഒന്നിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ ഒരു വലിയ ജ്ഞാനം കൊണ്ട് നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മോളെ ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ മക്കൾ ഇന്നു മുതൽ താമസം ആരംഭിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അന്യമായി പണിയുന്ന കാര്യത്തിൽ ഒരു വലിയ പങ്കാളിത്തം വഹിക്കാൻ പ്രിയ ക്ഷത്രിയ ദൈവം സഹായിക്കണം. കൊണ്ട് നിറയ്ക്കുന്നതേ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ അപ്രകാരം തന്നെ ഈ വത്സല്യ മകളായിരിക്കട്ടെ. കർത്താവേദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ പൂരെയും ഞങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മക്കളെ മേശയ്ക്ക് ചുറ്റും ഒലിവ തൈകൾ ഭക്തനായോ പറഞ്ഞതുപോലെ എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ആ ശുഭകാലം അപ്രകാരമുള്ള ഒരു ശുഭകാലം ഈ കുടുംബത്തിൽ പിന്നെയും നിലനിൽക്കട്ടെ. അതിനായി ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാവേ കരങ്ങളിലേക്ക് തരികയാണ്. തലമുറയുടെ നന്മകൾ സന്തോഷിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പരിഹാസങ്ങളും ബുദ്ധിസന്ധികളൊക്കെ ഒത്തിരി ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങയോടുള്ള ഭക്തി മുറുകെ പിടിച്ച് മക്കളെ ചേർത്ത് നിർത്തി
മുന്നോട്ട് പോകാൻ ദൈവം ഭാഗ്യം കൊടുത്തല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറിയല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹമായിരിക്കാൻ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൽദോയുടെ സഹോദരൻ പ്രിയ എൽദോസ് പാസ്റ്ററെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ അപ്രകാരമുള്ള ഭാഗ്യാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കല്ലിന്മേൽ വെച്ച വിളക്ക് പോലെ ഈ ദേശത്തെ പ്രകാശം ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ നിലനിൽക്കട്ടെ. ഇവരുമായി ബന്ധപ്പെടുന്നവർ ആശ്വാസം പ്രാപിക്കട്ടെ. കർത്താവിന്റെ നാമം ഇവരിലൂടെ മഹത്വപ്പെടുവാനായി ഞങ്ങൾ ഒന്ന് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. എല്ലാവർക്കും